ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എല്ലാ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? പലർക്കും പല ദിവസങ്ങളിലെ മൂഡും പലതുപോലെ ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കും ചിലർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാകാം, ചിലർക്ക് വളരെ ദുഃഖകരമായിട്ടുണ്ടാകാം. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂഡ് മാറി വരാം. ഞാൻ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നോർമലായിരിക്കും, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ മൂഡൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരും. എന്നെപ്പോലെ ഉദ്ദേശിച്ചത് ഞാനെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും അതിജീവിച്ച് സ്ട്രഗിൾ ചെയ്ത് ഓരോ ദിവസവും കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹാപ്പിയായി ഓരോ ദിവസവും പ്രശ്നങ്ങളെ നേരിട്ട് ഓരോ പ്രോബ്ലംസിനെ നേരിട്ടെന്ന് പറഞ്ഞാൽ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെപ്പോലെ ഞാനൊരു സ്പെഷ്യൽ സ്പീഷീസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെക്കാട്ടിലും പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ തലയാകെ തിരിഞ്ഞിരുന്നതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തല തിരിഞ്ഞെന്ന് വെച്ചാൽ ആകെ അത് മൂഡ് മാറി. എഴുന്നേറ്റപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ എന്തെന്നറിയാത്തൊരു വിഷമമൊക്കെ വന്നു. പ്രത്യേകിച്ച് റീസൺസ് ഒരുപാടുണ്ട്, പക്ഷേ റീസൺസ് എനിക്കിപ്പം അങ്ങനെയാണ്. ഞാൻ ബ്ലാങ്ക് സ്റ്റേറ്റിലൂടെ പോവുകയാണ്. എനിക്ക് തന്നെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ വീഡിയോയുടെ ഫ്രീക്വൻസി ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നത്. ഒന്നും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ തന്നെ അങ്ങ് തോന്നത്തില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ തോന്നത്തില്ല അങ്ങനെ. അപ്പം ഇന്ന് എനിക്ക് ശരിക്കും ഒരു കല്യാണത്തിന് പോകണം കേട്ടോ. പുള്ളിയുടെ ലീഗിൻ്റെ മോളുടെ കല്യാണമാണ് എൻ്റെ ഓഫീസിൽ. ഇപ്പം പുള്ളിയുടെ ഓഫീസിൽ അങ്ങനെ റെഗുലറായിട്ട് പോകുന്നില്ല, ഫ്രീലാൻസ് ആണ് അവിടെ ചെയ്യുന്നത്. ഓണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ HR മാനേജറിൻ്റെ മോളുടെ കല്യാണമാണ്, ഒരു ലേഡിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് പോകുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ വീഡിയോസ് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് ഫുഡ്, പിന്നെ ഞാൻ അവരുടെ ആ ഫംഗ്ഷൻ ഒന്നും കണ്ടിട്ട് തന്നെയില്ല. അപ്പം ഒത്തിരി നാളെ ഞാൻ വിചാരിക്കുന്നതാണ് ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പോകണം ഏതായാലും. അപ്പം ഇന്ന് അതിനുള്ള പ്രിപ്പറേഷൻസും ഉണ്ട്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒന്ന് എണ്ണ തേച്ച് കുളിക്കണം എന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ്. എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പം തലയൊന്ന് തണുക്കുമല്ലോ, കുറച്ച് സുഖവും കിട്ടും. എണ്ണയൊക്കെ വെച്ചിട്ട് തലയൊന്ന് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുമ്പം നമുക്ക് ഒരു നമ്മൾ സ്വന്തമായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് തല തിരുമ്പുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഒരു സുഖമാണ് തലയ്ക്ക്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ച് റോസ്മെരി എസൻസും കൂടി ഇട്ടാണ്, ഞാൻ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു, അതും കൂടി ഇട്ടാണ് ഞാൻ ഈയിടെയായിട്ട് തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് പോകാനുള്ള സാരി ഉടുക്കൽ പരിപാടിയാണ്. ഈ സാരി ഞാൻ ഫ്ലവേഴ്സ് 1 കോടി പ്രോഗ്രാമിന് ഉടുത്ത സാരിയാണ്. പിന്നെ ഞാൻ ആ സാരി ഉടുത്തിട്ടേ ഇല്ല കേട്ടോ, അതേപടി വെച്ചേക്കണം. കാരണം സാരി ഉടുക്കാനായിട്ടുള്ള നോർമൽ സാരി, കാഷ്വൽ വെയർ സാരികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സാരിയൊന്നും അല്ല, എന്നാലും കുറച്ചിങ്ങനെ സിൽക്ക് സാരികൾ ഉടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷന് പോകണമല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോകാനായിട്ടുള്ള അവസരങ്ങൾ കാര്യമായി കിട്ടാറില്ല. കാഷ്വൽ വെയർ സാരികൾ ഞാൻ ഇപ്പം ചുമ്മാ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ ഈയിടെയായിട്ട് സാരി ഉടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയാലും ഒക്കെ എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. ചുരിദാറുകൾ ഞാൻ മാക്സിമം കുറവാണ് ഇടുന്നത് ഇപ്പം, വല്ലപ്പോഴും ചുരിദാർ ഇടും. എന്നാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് ഈ കമ്മലിൻ്റെ കൂടെ ഈ സ്റ്റഡിൻ്റെ കൂടെ ആക്ച്വലി ഒരു മാല ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സൈഡിലെ മുടി കൊമ്പുപോലെ നിൽക്കുന്നത്, സ്ലൈഡ് കുത്തിയപ്പോൾ അതിങ്ങനെ ശരിക്കും കൊമ്പുപോലെ നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താത്തുന്നുണ്ട്, എന്നാലും അത് എഴുന്നേറ്റ് ഇങ്ങനെ കൊമ്പ് പോലെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്താ മുടി ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലോട്ട് ഇടുമായിരുന്നു. അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് പോലെ എഴുന്നേറ്റ് വരുമ്പം ഞാനത് ഫ്രണ്ടിലോട്ട് ഇട്ടു. ബ്ലൗസിൻ്റെ കൈ ഇച്ചിരി ലൂസായി. അന്ന് കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഹിസ്റ്റക്ടമിക്ക് മുന്നേ ആയിരുന്നു ഫ്ലവേഴ്സ് 1 കോടി പ്രോഗ്രാം. ഇപ്പോൾ കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. കാരണം ഇതാണ് മാല കേട്ടോ, ഈ സ്റ്റഡിൻ്റെ കൂടെ ഉള്ള മാലയാണ്. പക്ഷേ ഞാൻ അതിട്ട് ഭയങ്കര ഗോഡിയാവുമോ എന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മുടെ അത്രയും ഒരു ക്ലോസ് കല്യാണം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ മാല അവോയ്ഡ് ചെയ്തു. പിന്നെ ഗോൾഡൊന്നും ഇടണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഗോൾഡൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇത് IMA ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം, ഫങ്ഷൻസ് ഒക്കെ നടത്തുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടികൾക്കാണ് ചെല്ലുന്നത്. As you share the cake, we hope that your life will be sweet as the cake.
എൻ്റെ PKRലെ കൊളീഗ്സും അവരുടെ ഫാമിലിയും ആണ്. പോയിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. നല്ല കല്യാണമായിരുന്നു, പ്രത്യേകിച്ച് നല്ല ഫുഡായിരുന്നു. എനിക്ക് ക്രിസ്ത്യൻ ഫങ്ഷൻസും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയിൽ ഇവിടെ ഇപ്പോൾ പള്ളിയിൽ അതൊന്നും കാണാൻ പറ്റിയില്ല, എന്നാൽ ആ ചർച്ചിലെ പ്രെയർ സോങ് ഒക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമല്ലേ അതൊക്കെ കാണാനൊക്കെ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.